എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വീണ്ടും സംഘർഷമുണ്ടാവുകയാണ്. പോലീസും വൈദികരുമൊക്കെ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകുന്നു. ബാരിക്കേഡുകൾ തകർക്കുന്നു വൈദികർ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബിഷപ്പ് ഹൗസിലേക്ക് ബാരിക്കേഡ് തകർത്തുകൊണ്ട് വൈദികർ കയറിയിരിക്കുന്നു. വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ഉണ്ട്. വിഷ്ണു, വീണ്ടും പ്രതിഷേധത്തിലേക്ക് സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിയന്ത്രിക്കാനാകുന്നില്ലേ പോലീസിന്? അക്ഷയ, വലിയ സംഘർഷങ്ങളിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ചെറിയൊരു സമവായത്തിലോട്ട് മാറി സ്ഥിതി ശാന്തമായി എന്നുള്ള നിലയിലോട്ട് വന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വൈദികരായിട്ടുള്ളവർ നേരത്തെ രാവിലെ സമരം ചെയ്ത് പോലീസ് നീക്കിയ 21ഓളം വൈദികർ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായി വീണ്ടും ബിഷപ്പ് ഹൗസിലോട്ട് തള്ളിക്കയറുന്നു. പോലീസ് തീർത്ത ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് അവർ അകത്തോട്ട് കയറിയത്. അവർ അനധികൃതമായിട്ടാണ് അവരെ അകത്തോട്ട് കയറിയതെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കൂ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. വിശ്വാസികളായിട്ടുള്ള പ്രതിഷേധക്കാരും ഈ ബാരിക്കേഡിന് വെളിയിൽ വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ച് അല്ലെങ്കിൽ അവരും രോക്ഷാകുലരായി തന്നെ ഈ ബാരിക്കേഡിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഈ ആളുകൾ ഇത്തരത്തിൽ അകത്തോട്ട് കയറിയപ്പോൾ പോലീസിന് ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു ആൾക്ക് വൈദികനാണോ എന്നതിലൊരു വ്യക്തതയില്ല. ഒരാളുടെ തല പൊട്ടുന്ന നിലയിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവരെ അകത്തോട്ട് പുറമെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്കും എത്തിയപ്പോൾ നമുക്കറിയാം വിശ്വാസികളായിട്ടുള്ള വൈദികർക്ക് പുറമെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി. നമുക്കറിയാം വലിയ സംഘർഷത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. വനിതാ പോലീസിന്റെ സേവനം കുറച്ച് വനിതാ പോലീസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ ധാരാളമായി ഇപ്പോൾ അകത്തോട്ട് കയറുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അവരോട് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തന്നെ അതിക്രമിച്ച് ബിഷപ്പ് ഹൗസിലോട്ട് കയറുകയായിരുന്നു. ബിഷപ്പ് ഹൗസിൽ അതിന്റെ എല്ലാ വഴിയും അടച്ചുകൊണ്ടായിരുന്നു പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നത്. പള്ളിയിൽ നിന്ന് ബിഷപ്പ് ഹൗസിലോട്ട് കടക്കാവുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അതിൽ ബാരിക്കേഡ് വെച്ചു. ആ ബാരിക്കേഡ് പോലീസ് തകർത്തു. അത് മാത്രമല്ലാതെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഈ ബിഷപ്പ് ഹൗസിലോട്ട് വരുന്ന. അതും തകർത്താണ് ഇപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തോട്ട് കയറിയത്. പോലീസ് ACPയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് തന്നെ ഇവിടെയുണ്ട്. എന്നാൽ അവർ കവിഞ്ഞുള്ള പ്രതിഷേധക്കാരാണ് ഈ പരിസരത്തുള്ളത്. ഏകദേശം ഒരു 100ൽ മുകളിൽ 200ഓളം ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധക്കാരായി വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ അതിക്രമിച്ച് കയറുന്നു. സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. വൈദികരായിട്ടുള്ളവർ സ്ത്രീകളോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ സമരം തുടരണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഇവർക്കിടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇന്നലെ സമരം ചെയ്ത 21 വൈദികരുണ്ടായിരുന്നു. ആ വൈദികരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് മാത്രം പോരാ, അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ, അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് നീക്കണമെന്നുള്ള ഒരു ആവശ്യമാണ്. പോലീസും ഒരു നിസ്സഹായരായി ഇപ്പോൾ നിൽക്കുന്ന പോലീസുകാർക്ക് ഇത്തരത്തിൽ വൈദികരായതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം കാര്യങ്ങളിലോട്ട് കടക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ട് പോലീസ് സംയമനം പാലിക്കുമ്പോഴും ഈ ഇവിടുത്തെ അടിച്ചുകൂടിയിരിക്കുന്ന പ്രതിഷേധക്കാരും അതുപോലെ തന്നെ വൈദികരും ഇപ്പോൾ കൂടുതൽ അകത്തോട്ട് കയറി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളടക്കമുള്ള വിശ്വാസികളാണ് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ പള്ളിയുടെ ചുറ്റിലും ആളുകൾ കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലെല്ലാം കാണാം. കസേരകളെല്ലാം അവിടുന്ന് കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ട ആ കസേരകളെല്ലാം എടുത്തു കൊണ്ടുവന്ന് ബിഷപ്പ് ഹൗസിൽ അവർ അനധികൃതമായി തന്നെ കയറി എന്ന് പറയണം. പോലീസ് ബന്ദോബസ്തിലാക്കിയിരുന്ന ഒരു പ്രദേശമാണ്. അവിടേക്കാണ് ഈ ബാരിക്കേഡും തകർത്ത് മതിൽ ചാടി ഈ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നേറുന്നത്. നേരത്തെ ഒരു തരത്തിൽ സമവായമായി അപ്പോസ്തലിക് മെത്രാപ്പൊലീത്തൻ വികാരിയെ നിയമിച്ചുകൊണ്ടുള്ള ആ ഒരു ഉത്തരവ് പുറത്തു വന്നപ്പോൾ ഒന്ന് സ്ഥിതി അടങ്ങിയതായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും എല്ലാം നടത്തിയതായിരുന്നു. പള്ളിക്കകത്ത് കയറി കുർബാന നടത്തി തുടർന്ന് ഒരു റാലി നടത്താനുള്ള ഒരു പരിപാടി എല്ലാം ഉണ്ടായതുമാണ്. എന്നാൽ അതെല്ലാം ഇപ്പോൾ വിഫലമായിരിക്കുന്നു. അതിനുശേഷം കൂടുതൽ സംഘർഷത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. പുരുഷന്മാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. വികാരികളായിട്ടുള്ള വൈദികർ ഈ ബിഷപ്പ് ഹൗസിനുള്ളിൽ തമ്പടിച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം വരുന്ന വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അവിടെ കുത്തിയിരുന്നു കൊണ്ടൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. വിഷ്ണു, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. പോലീസിനെതിരെ തന്നെയാണ് പ്രധാന മുദ്രാവാക്യം എന്നിരിക്കെ പോലീസ് ഏതു തരത്തിലാണ് നിലവിൽ അവിടെ ഇടപെടുന്നത്, എത്രത്തോളം സംയമനം പാലിക്കുന്നുണ്ട് പോലീസ്? അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് നീക്കങ്ങൾ, എന്ത് ചെയ്യാനാകും പോലീസിനെ സംബന്ധിച്ചിടത്തോളം?
അടുത്ത നീക്കം എന്തെന്നുള്ളതിൽ ഒരു തീരുമാനം ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്, ഈ കുത്തിയിരിക്കുന്ന സ്ത്രീകളെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് വനിതാ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ DCP ആയിട്ടുള്ള അശ്വതി ജിജി അടക്കമുള്ള ഉന്നത തലത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് സ്ഥിതി കൂടുതൽ വഷളായി. ഈ വൈദികർ നേരത്തെ ബിഷപ്പ് ഹൗസിന് അകത്തോട്ട് കയറുകയും അവർക്കിടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്ന നിലയിലേക്ക് പോയത്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ മെത്രാപ്പൊലീത്തൻ വികാരിയായി ജോസഫ് പാംബ്ലാനിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നതും അതിനുശേഷം സ്ഥിതിഗതികൾ കുറച്ച് സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ വൈദികർ തുടങ്ങുന്നത് കൊണ്ടും ഈ പ്രതിഷേധക്കാർ അത്തരത്തിൽ തുടരുന്നതുമാണ് ഇപ്പോൾ ഈ സ്ഥിതി രൂക്ഷമാകാനുള്ള ഒരു കാരണം. പോലീസ് ഇന്ന് വെളുപ്പിനുണ്ടായ ആ സന്ദർഭം ഒഴിച്ചാൽ ഇന്ന് രാവിലെ മൊത്തം അവർ കുറച്ച് സംയമനത്തോടു കൂടി അവർ പരമാവധി പ്രകോപനങ്ങളിൽ വീഴാതെ ഒരു നിലയിലാണ് അവർ തുടർന്നുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നേരത്തെ ഒരു വൈദികന്റെ ഒരാളുടെ തല പൊട്ടിയ ഒരു കാര്യമുണ്ടായിരുന്നു. അത് പക്ഷേ തകർത്ത് അവർ പോലീസ് വച്ചിരുന്ന ബാരിക്കേഡ് തകർത്ത് അകത്തോട്ട് കയറുമ്പോൾ ഉണ്ടായ ഒരു സന്ദർഭമാണ്. അല്ലാത്ത പക്ഷം ഇന്നലെ രാവിലത്തെ ആ കാര്യങ്ങൾ, പുലർച്ചെ നടന്ന ആ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലീസ് തികച്ചും സംയമനപരമായി തന്നെയാണ് അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ ധാരാളമായിട്ടുള്ള വൈദികർ ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ എണ്ണത്തിൽ കാണാം, പോലീസിന്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം